മൂന്ന് ദിവസം മുമ്പ് ഇവിടുത്തെ ഇലവന്റെ അറിയിച്ചേ അപ്പത്തെ കുട്ടന്റെ കൂടെ കള്ളും കുടിച്ചേച്ച് വരാൻ പറ്റിയപ്പോ പരിപാടി നടക്കണ കാരണം ഞങ്ങൾ കെട്ടിനകത്താണ് കിടക്കണത്. അങ്ങനെ മിനിഞ്ഞാവുന്ന വയറിളകി കിടക്കരുത്. എനിക്കറിയാവാ, ഞാൻ ചെന്നിട്ട് സ്വിച്ച് പിടിച്ച് ഞെക്കി സ്ട്രോക്ക് അടിച്ചു, തല അടിച്ച് വീണ് ഞാൻ എന്റെ ദൈവം എന്നും പറഞ്ഞ് നിലവിളിച്ച് ആളുകൾ ഓടി വന്നേ. എന്നെ എടുത്തത് ഞാൻ തലാശുപത്രി കൊണ്ടുവന്നപ്പോ തല പൊട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നിലവിളി ശബ്ദമുള്ള വണ്ടിയെ ആലപ്പുഴ കൊണ്ടു. അവിടെ കൊണ്ടുവന്ന് അവര് നോക്കിയിട്ടും പറഞ്ഞു പിന്നെ സ്വിച്ച് ഇടണം, തല പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്വിച്ച് ഇടണമെന്ന് പറഞ്ഞു. ഒന്നാ രണ്ടാ സ്വിച്ചാണ്, 7 സ്വിച്ച്. അത് കേട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറിയ തലവേദനയൊക്കെ ഇട്ട്. അപ്പൊ ചേട്ടൻ പണിക്ക് പോയിട്ടാണ് ഒന്നും കിട്ടിയില്ല. 5-6 ജന്മിനെ മറ്റേ കൊണ്ടുവന്ന് മറ്റേ കിളിച്ചെന്ന് പറഞ്ഞു. ഇത് മീൻ കയറ്റാതെ കിടക്കാതെ അങ്ങനെ ഇതും കിള്ളിക്കൊണ്ടിരിക്കുമ്പോ അകത്തായിട്ട് കയറണം. ഇതിയാണ് ഇവിടെ ഇതൊന്നൊക്കെ വെക്കണം. ഞാൻ ആലോചിച്ചിതെല്ലാം പറ്റി. ഞാൻ ചോദിച്ചാൽ എന്താ എന്റെ ടെൻത്തിനകത്ത് ഒരു വേദന, എനിക്ക് ഭയങ്കര വേദനയിപ്പോ. ഞാൻ അവിടെ ചെന്ന് അമ്മാടിത്തെല്ലാം നോക്കിയിട്ടില്ല. പിന്നെ നീലെടുത്തി എന്ന് വിസ്കുണ്ടാന്നേ. അവ പറഞ്ഞ് വിസ്കില്ല, വേണേ അതർമാഞ്ചം തരാം. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് തിരുമാൻ വന്നപ്പോ പറഞ്ഞ തിരുമണ്ടടി ഇത്തിരി കുറവുണ്ട്, ഗ്യാസായിരിക്കുന്നു, ഇത്തിരി ചൂട് കഞ്ഞുള്ള ഉപ്പിട്ട് എന്ന് പറഞ്ഞ് അരപ്പയക്കുന്ന കഞ്ഞിച്ചിരി കഞ്ഞുള്ള എടുത്ത് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ ഈ ചെമ്മീൻ കിള്ളി പിടിക്കുമ്പോ ഇളയ വിചാരിച്ചൊക്കെ ഈ ചെറുക്കൻ്റെ കൂടെ പോയി കല്ലും കുടിച്ചേറ്റം വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് അമ്മയിൽ തെങ്ങ് വെട്ടിട്ട് അല്ലേ. ഞാൻ ചോദിച്ച തെങ്ങിൻ്റെ നെഞ്ചത്താണ്. അല്ലാതെ തെങ്ങിനൊരു വളമുണ്ട്. അല്ലേ എടാ, നിന്റെ അച്ഛൻ 45 കൊല്ലം മുമ്പ് എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോഴോ വളഞ്ഞാണിരിക്കും. നീ നോക്കിയാൽ നീ വരുമെന്ന് ഞാനും പറഞ്ഞു. അല്ലേ ഇട കൊച്ചേക്ക് വയറ്റി കിടക്കണത് നല്ലല്ലേ. ഇവര് വെട്ടാൻ തുടങ്ങി. അപ്പൊ അവരുടെ വെട്ട എനിക്ക് തൂക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഇവിടെ 2 ഞാലിപ്പൂവന്മാരെ കൊല്ലിപ്പോണ്ട് അതിന്റെ പുറത്തിട്ട് 2 ഞാൻ കൊല്ലുകൊണ്ടു. എന്റെ അടി ഇവര് വെട്ടി, ഇവര് ഉദ്ദേശിച്ചെടുത്ത് തെങ്ങി നിന്നില്ല. അമ്മ ഓടിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടി. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. പെരേടകത്ത് ചേട്ടൻ കിടന്ന കാര്യം പറഞ്ഞു. അല്ലേ തെങ്ങ് വന്ന് പുള്ളിയുടെ നെഞ്ചത്ത് തന്നെ വീണു. അയ്യോ എന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇപ്പൊ അവ സന്താനം വിളിക്കാൻ പോയിരിക്കുകയാണ്. ഇതൊക്കെയാണ് മക്കള്.